ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളെക്കുറിച്ചാണ്. അത് പണ്ട് കാലത്ത് ആർത്രൈറ്റിസിൻ്റെ ചികിത്സ വളരെ കൂടുതൽ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഉപയോഗം വളരെ കുറവാണ്, അല്ലെങ്കിൽ കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. പെയിൻ കില്ലേഴ്സ് അഥവാ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ബ്രൂഫെൻ, അല്ലെങ്കിൽ ഓവറാൻ, ന്യൂക്കോക്സിയാൽ, എറ്റോറിക്കോക്സിബർ, റീറ്റോസ്, അങ്ങനെ കുറേ മരുന്നുകളുണ്ട്. ഈ മരുന്നുകളെല്ലാം കൂടി വരുന്ന ഒരു വലിയ ബാസ്ക്കറ്റാണ് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്, സ്റ്റിറോയിഡ് അല്ലാത്ത പെയിൻ കില്ലേഴ്സ്. അപ്പോൾ വേദന സംഹാരികളെന്ന് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയും. ഈ വേദന സംഹാരി മരുന്നുകൾ വേദന കുറയ്ക്കും. അതാണല്ലോ അതിൻ്റെ പേരിൽ നിന്ന് നമുക്കറിയാം. അതെങ്ങനെയാണ് കുറയ്ക്കുന്നത് വെച്ചാൽ നമ്മൾ ശരീരത്തിൽ ചില പ്രോസ്റ്റാഗ്ലാൻഡിൻ പോലെയുള്ള തന്മാത്രകളുടെ അളവ് കുറച്ചിട്ടാണ് ഈ വേദന കുറയ്ക്കുന്നത്. അപ്പോൾ വേദന മാത്രമല്ല, ഇത് നീർക്കെട്ടും കുറയ്ക്കും. അതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് വിളിക്കുന്നത്. അപ്പം വേദന സംഹാരികളാണ്, അത് നീർക്കെട്ട് കുറയ്ക്കുകയും ചെയ്യും. പണ്ട് കാലത്ത് ഒരു 1990 വരെ ആദ്യം ഒരാൾ ജോയിൻറ്റ് പെയിൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം 2-3 മാസം വേദന സംഹാരികൾ കൊടുക്കുക, എന്നിട്ട് കുറയുന്നില്ലെങ്കിൽ മാത്രം അടുത്ത മരുന്നുകളിലേക്ക് പോയാൽ മതി എന്നുള്ളതായിരുന്നു റെക്കമെൻഡേഷൻ. അതങ്ങനെയായിരുന്നു ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ട് 1980കളും 90കളിലും. പക്ഷേ ഇപ്പം വളരെയധികം മാറി. കാരണം ആ സമയത്ത് എന്താ പ്രശ്നം? മരുന്നുകൾ അവൈലബിൾ അല്ല. ഇതിന് പുതിയ മരുന്നുകളില്ല, റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 20-30 കൊല്ലമായിട്ട് റുമറ്റോളജിയിലും ഇമ്മ്യൂണോളജിയിലും ഉണ്ടായ അഭൂതപൂർവമായ കുതിച്ചുചാട്ടത്തിൽ ഇതിനെ നമുക്ക് ആർത്രൈറ്റിസ് ഒരു പേഷ്യൻ്റ് സന്ധിവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ് കണ്ടുപിടിച്ചാൽ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് കണ്ടുപിടിച്ചാൽ അതിൻ്റെ മൂലകാരണത്തെ ചികിത്സിക്കാനുള്ള മരുന്നുകളുണ്ട്. അങ്ങനെ ആർത്രൈറ്റിസ് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകളുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 30 വർഷത്തിന് ശേഷം, ഇപ്പോൾ കഴിഞ്ഞ 10-12 വർഷത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ വേദന സംഹാരികളുടെ ഉപയോഗം വളരെ വളരെ കുറഞ്ഞു. നമ്മുടെ OP നോക്കുകയാണെങ്കിൽ 100 പേഷ്യൻസ് ഉണ്ടെങ്കിൽ 99 പേരും ഒരു വേദന സംഹാരിയും കഴിക്കാത്തവരായിരിക്കും. പിന്നെ 1-2 പേര് വല്ലപ്പോഴും ആഴ്ചയിൽ 1-2 അല്ലെങ്കിൽ മാസത്തിൽ പെട്ടെന്നൊരു ഭയങ്കര സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു വേദന സംഹാരി കഴിക്കുന്നവരായിരിക്കും. വേദന സംഹാരി റെഗുലറായിട്ട് കഴിക്കുന്ന പേഷ്യൻസ് ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ ആർക്കും കൊടുക്കാറില്ല. വേദന സംഹാരികൾ റെഗുലറായിട്ട് കൊടുക്കേണ്ട ആവശ്യം വരാറ് പോലുമില്ല. കാരണം എന്താണ്? ഇവരുടെ അസുഖം ആ വേദന സംഹാരികൾ ഇല്ലാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ബഹുഭൂരിഭാഗം ആളുകളിലും. ഈ വേദന സംഹാരികളുടെ പ്രശ്നം എന്താണ്? വേദന സംഹാരികൾ കഴിക്കുന്ന സമയത്ത് മാത്രമേ അതിന് എഫക്റ്റ് കാണത്തുള്ളൂ. വേദന സംഹാരി ഇന്ന് കഴിച്ചു, അതൊരു ദിവസമാണ് എഫക്റ്റ് എങ്കിൽ അടുത്ത 24 മണിക്കൂർ കഴിയുമ്പോൾ വേദന വീണ്ടും തിരിച്ചു വരും. കാരണം ഇതെല്ലാം ഈ അസുഖങ്ങളെല്ലാം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളാണ്. നമ്മളതിൻ്റെ മൂലകാരണത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെയാണ്. വേദന ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേദന എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ശരീരം നമുക്ക് നൽകുന്ന ഒരു സിഗ്നലാണ്. ആ സിഗ്നലിനെ കടിച്ചമർത്തി കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെയാണ് വേദന സംഹാരികൾ കഴിക്കുമ്പോൾ. ആ വേദന സംഹാരികൾ കഴിക്കുമ്പോൾ എന്താ വരുന്നത്? നമ്മൾ വിചാരിക്കും നമ്മുടെ വേദന കുറഞ്ഞ് നമ്മുടെ അസുഖം മാറി. ഒരിക്കലുമില്ല. അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും അത് തിരിച്ചു വരും, എസ്പെഷ്യലി അത് ആർത്രൈറ്റിസ് ആണെങ്കിൽ. അപ്പോൾ പറഞ്ഞു വന്നത്, വേദന സംഹാരികൾക്ക് വേദന സംഹാരികൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേദന എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുന്നു. അങ്ങനെ കണ്ടുപിടിക്കാൻ നഷ്ടപ്പെടുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ അസുഖം ഒരു സൈഡിൽ കൂടി കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും വേദന കുറഞ്ഞുകൊണ്ട് അസുഖം കുറഞ്ഞു. ഒരിക്കലുമില്ല. വേദന കുറഞ്ഞാലും ഈ വേദന സംഹാരികൾ കഴിച്ച വേദന നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയാലും അസുഖം അതിൻ്റെ മൂലകാരണം കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വഷളായിക്കൊണ്ടിരിക്കും. മറ്റൊരു വശമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന സംഹാരികൾക്ക് പാർശ്വഫലങ്ങളുണ്ട്. അതൊരു പാർശ്വഫലം നമുക്കെല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. കിഡ്നിയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും. റീനൽ ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2 ലിവറിനെ പ്രശ്നം ഉണ്ടാക്കും. ലിവറിൽ SGOT SGPT കൂടി ട്രാൻസമനൈറ്റിസ് ഉണ്ടാക്കും. 3 വയറിൽ അൾസർ ഉണ്ടാക്കും. അസിഡിറ്റി കൂടി നമ്മുടെ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാക്കും. 4 വളരെ പ്രധാനപ്പെട്ട ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂട്ടും. അത് പുതിയ പഠനങ്ങൾ തെളിയിച്ചതാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂട്ടുന്നു. അപ്പോൾ ഏതൊക്കെ തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും വേദന സംഹാരികൾ ലോങ് ടേം കഴിക്കുക എന്ന് പറയുന്ന ഒരു നല്ല ഓപ്ഷനേ അല്ല. കഴിയുന്നതും വേദന സംഹാരികൾ കുറയ്ക്കുക. അപ്പോൾ ആർത്രൈറ്റിസ് പേഷ്യൻസ് നമ്മൾ പലപ്പോഴും നമ്മുടെ രോഗികൾ നമ്മളോട് വരുമ്പോൾ ചോദിക്കും, ഡോക്ടറെ ഈ മെതോട്രെക്സേറ്റൊക്കെ വേദന സംഹാരിയാണ്? ഒരിക്കലുമല്ല. ഇതെല്ലാം ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നുകളാണ്. HCQ നമ്മൾ സാധാരണ കൊടുക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ് ആണ്, അല്ലെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നാണ്. അത് പ്രതിരോധ ശക്തി പ്രവർത്തനത്തെ വ്യതിയാനം വരുത്തുന്ന മരുന്നുകളാണ്. അപ്പോൾ ഇത് വേദന സംഹാരികൾ അബ്സല്യൂട്ട് നോ അല്ല കേട്ടോ. വേദന സംഹാരികൾ അത്യാവശ്യത്തിന് ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു വേദന സംഹാരി കഴിച്ചെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ കഴിയുന്നതും വേദന സംഹാരികൾ കഴിയുന്നതും കുറച്ച് കഴിക്കുക. അത്യാവശ്യം എനിക്കിപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് കല്യാണത്തിന് പോകണം, മുട്ടിന് ചെറിയ വേദനയുണ്ട്, ഒരു ദിവസം ഒരു വേദന സംഹാരി കഴിച്ചു എന്നുള്ളതൊന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷേ അതൊരു ശീലമാക്കരുത്. മാത്രമല്ല, രോഗം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വേദന സംഹാരികൾ കുറേ നാളത്തേക്ക് ഓവർ ദ കൗണ്ടർ മേടിച്ച് ഓവറായി കഴിക്കുന്ന കുറേ ആളുകളെ നമ്മൾ കണ്ടു. എസ്പെഷ്യലി ഗൗട്ടുള്ളവർക്ക്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക്, അവർക്ക് ഗ്യാസ്ട്രിക് അൾസറൊക്കെ വരും, കിഡ്നി ഫെയിലിയർ വരും. അപ്പോൾ കഴിയുന്നതും വേദന സംഹാരികളുടെ ഉപയോഗം കഴിയുന്നതും കുറച്ച് വയ്ക്കുക.
അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം വളരെ അത്യാവശ്യമായിട്ട് ഘട്ടം SOS ആയിട്ട് SOS എന്ന് പറയും, അത്യാവശ്യം വേദന കൂടുന്ന ഘട്ടങ്ങളിൽ മാത്രം 1-2 ദിവസത്തേക്ക് കഴിക്കുക.